ഞാൻ ഈ ചുറ്റിവളക്കാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാം. ഞാനിത് പറയുന്നതെല്ലാം എൻ്റെ മാറ്ററാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗൾഫ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ പരസ്യം കൊടുക്കുന്നതും അതുപോലെ തന്നെ ഓഫ്ലൈനിൽ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള കുറേ ഏജൻസികളുണ്ട്. അതുപോലെ തന്നെ അവർ തന്നെ ഏർപ്പാടാക്കിയിരിക്കുന്ന പല ലൈസൻസ് ഇല്ലാത്ത സബ് ഏജൻസികളെന്ന് പറയും. അങ്ങനെ ബിസിനസ് ചെയ്യാനായിട്ട് അവർക്ക് അവരുടെ മാനദണ്ഡത്തിൽ പറയുന്നില്ല. ഇവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇവരുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ പ്രവൃത്തിയിലൊന്നുമല്ല ഇവർ പ്രവർത്തിക്കുന്നത്, ആ രീതിയിലൊന്നുമല്ല ഇവർ പ്രവർത്തിക്കുന്നത്. അതിനെതിരെ നടപടി സ്വീകരിക്കാൻ നമ്മുടെ പോലീസിനോ അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റോ ഒരു എൻഫോഴ്സ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരുടെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാനായിട്ട് ഇവർ എത്ര പേരാണ് റിക്രൂട്ട് ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു അപകടം ഉണ്ടായതിനു ശേഷം, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ നടന്നൊരു അപകടം, ആ അപകടത്തിന് ശേഷമാണ് നമ്മൾ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ തിരക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ എന്നെ ഒരു ഏജൻസി ഇങ്ങനെ എൻ്റെ പാസ്പോർട്ട് മേടിച്ചിട്ട് അവർ കുറേ വാഗ്ദാനങ്ങൾ തന്നതുകൊണ്ട് പരസ്യത്തിലും എല്ലാം കാണിച്ച് 1,00,000 രൂപ സാലറി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ചില മാറ്റങ്ങളൊക്കെ വരുത്തി എൻ്റെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ഓവറായിട്ട് ചോദിച്ചതുകൊണ്ടും ഞാൻ ആ ജോലിക്ക്, ഒരു ഡ്രൈവർ ജോലിക്ക് ആണ് ഞാൻ അപ്ലൈ ചെയ്തത്, അതിനുവേണ്ടി എത്രയും തുക കൊടുക്കണോ എന്നുള്ള ഞാനൊന്ന് ചോദ്യം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അവർ എൻ്റെ പാസ്പോർട്ട് സിവിൽ കോടതിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തതുമാണ് ഇപ്പം ഞാനൊരു 9 മാസമായിട്ട് ഞാൻ ചെയ്യുന്നത്. അവർക്ക് അതിൻ്റെ ഒരു കാര്യവുമില്ല. അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ ഡേന്ന് മേടിച്ചിട്ട് അത് തീർക്കാവുന്നേ ഉള്ളൂ. കാരണം ഗവൺമെൻറ് പ്രോജക്റ്റ് ആണെന്നാണ് ഇവർ പറഞ്ഞത്, ദുബായിലേക്കുള്ള ഗവൺമെൻറ് പ്രോജക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി ആർക്കറിയാം? ഒരു വിസക്ക് വരുന്ന കോസ്റ്റ് എത്രയാണെന്നുള്ളത് ആർക്കറിയാം? അതിൻ്റെയൊക്കെ ഇരട്ടിയുടെ ഇരട്ടി 10 ഇരട്ടിയല്ലേ ഇവർ മേടിക്കുന്നത്. ഇവർക്കെതിരെ ആര് നടപടി സ്വീകരിക്കും? ആരാണ് ഇവരെ നിയമപരിധിയിൽ കൊണ്ടുവരാനുള്ളത്? സത്യം പറഞ്ഞാൽ ആരുമില്ല. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ. ചെറുപ്പക്കാർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയക്കാരും ഇതിൻ്റെ പുറകിൽ പണമുള്ളവനും സ്വാധീനമുള്ളവനും തന്നെയാണ്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് നമ്മുടെ പോലീസ് പരിധിയിൽ ലൈസൻസ് ഇല്ലാത്ത ഏജൻസികൾ പ്രവർത്തിക്കുന്നത്? ഇപ്പം തന്നെ എറണാകുളത്ത് തന്നെ പല ഏജൻസികൾക്കും ലൈസൻസ് ഇല്ല. എനിക്കറിയാവുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. ഞാൻ ഈ ഒരു അനുഭവം വന്നതിന് ശേഷം ഞാൻ പോലീസുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പക്ഷേ അവരത് ചോദിക്കുന്നത്, തനിക്കെന്ത് കാര്യം, നാട് നന്നാക്കാൻ താനാരാണ് എന്നുള്ള ഇതിലാണ്. അപ്പം നമുക്ക് രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ പ്രതികരിക്കാനും അല്ലെങ്കിൽ മീഡിയയുടെ മുമ്പിൽ അവർക്ക് മാത്രമേ ആളാവാൻ ചാൻസ് ഉള്ളൂ. ഒരു കോമൺ മാൻ, ഒരു സാധാരണക്കാരന് ഇവിടെ പ്രതികരിക്കാനായിട്ടുള്ള ഇതില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതായിട്ട് ഞാൻ പറയുന്നതല്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഇതിൽ പങ്കുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ.